നമസ്കാരം. മലപ്പുറത്താണ്. മലപ്പുറത്ത് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നിലമ്പൂർ റോഡിൽ നിന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നു ഷൊർണൂരിലേക്ക് അല്ലേ. അതുതന്നെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ റൂട്ടുകൾ ഒന്നായ നിലമ്പൂർ റോഡ് ഷൊർണൂർ റൂട്ടിലേക്കൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമയമുണ്ടല്ലോ 9 മണി. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് 10:10 അതായത് രാവിലെ 10:10 നിലമ്പൂർ റോഡിൽ നിന്ന് തുടങ്ങി ഷൊർണൂർ പോകുന്ന പാസഞ്ചർ എക്സ്പ്രസ് ആണ്. പാസഞ്ചർ അല്ല, എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത സമയം നമുക്ക് നിലമ്പൂർ റോഡ് ഈ റൂട്ടിലെ എല്ലാ സ്റ്റേഷനിലും കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്രാവശ്യം പോകുമ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും നമ്മൾ ഇറങ്ങി നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി വന്നാൽ നേരെ സ്റ്റേഷനകത്ത് കയറണം, ടിക്കറ്റ് എടുക്കണം. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. നല്ല മതി. ഇവിടുന്നുണ്ടല്ലോ നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ബസ് കിട്ടും. അതെ, ബസ് കിട്ടും. അതുപോലെ തന്നെ ട്രെയിൻ ഇറങ്ങിയ ആ സമയത്ത് തന്നെ ഇവിടെ ബസ് വരും. അല്ലെങ്കിൽ ഓട്ടോ ആക്കി വന്നാലും മതി, പ്രശ്നമൊന്നുമില്ല. എല്ലാ വണ്ടിയുണ്ട്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറി ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. നവി നേരെ ടിക്കറ്റ് എടുക്കാം. നമ്മുടെ ലോക്കോ ഇതാണ്, WDP 4D ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു, പ്ലാറ്റ്ഫോമിലോട്ട് കയറി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കോച്ചിലോട്ട് കയറാം. ഏറ്റവും പുറകിൽ പോയി കയറാം. എന്തായാലും ഫ്രണ്ടിൽ നവി അങ്ങോട്ട് പോയിട്ടുണ്ട്, നേരത്തെ അങ്ങോട്ട് നടന്നു പോയി. ഏറ്റവും പുറകിലേക്ക് വിട്ടോ നവി, പുറകിലോട്ട് വിട്ടോ, മുന്നിൽ കയറണ്ട. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അവസാനിച്ചു. അവിടെ റെയിൽവേ സ്റ്റേഷൻ ഇനി അങ്ങോട്ട് ട്രൈപ്പാളൊന്നും ഇല്ല നവി. അങ്ങോട്ടേക്ക് റൂട്ടില്ല. ഞങ്ങൾ പുറകിൽ കയറാമെന്ന് വെച്ചു. പിന്നെ ഏറ്റവും ഫ്രണ്ടിലൊന്നും കയറാൻ കഴിയില്ല. നമ്മൾക്ക് നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരേക്ക് 67 കിലോമീറ്ററാണ് ദൂരമുള്ളത് അല്ലേ. 67 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം വരുന്നത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ വരുന്നത് വെച്ചാൽ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയായി അല്ലേ. ഒരാൾക്ക് പൈസയൊക്കെ കയ്യിൽ ഒരാൾക്ക് 40 രൂപ, 2 പേർക്കും കൂടി 80 രൂപയായി. 80 രൂപയായിട്ട് 2 പേർക്കും എന്ന് പറയാം. അടിപൊളി റൂട്ടാണ്. ഞാൻ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റൂട്ടിലൊന്നാണ് നമ്മുടെ നിലമ്പൂർ റോഡ് പാത. പക്ഷെ സീസൺ വരുന്നത് മഴക്കാലത്ത് ആ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തൊക്കെയാണ്. ഇത് ഡിസംബറായി. ഈ റൂട്ട് ഇലക്ട്രിക് വർക്കൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷത്തിനുള്ളിലൊക്കെ ഇത് ഫുൾ ഇലക്ട്രിഫിക്കേഷൻ ആവും. അതായത് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടൂല. അതായത് ഇരുവശങ്ങളിലെത്തിയും മരങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പം വെട്ടി മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി കാര്യം പറഞ്ഞാൽ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് റൂട്ട് പോകുന്നുണ്ട്. റൈഡ് ഷെയറിങ് പോകുന്നുണ്ട്. ഷൊർണൂർ, നിലമ്പൂർ, പാലക്കാട്, കാലക്കട്ട്, ഒരുപാട് പോകുന്നുണ്ട്. ഷൊർണൂർ നിലമ്പൂർ റോഡ്, പിന്നെ അവിടെ പാലക്കാടേക്ക്, പിന്നെ കോഴിക്കോട്, അങ്ങനെ കുറേ പോകുന്നുണ്ട്. ഒരു ട്രെയിനിന് നമുക്ക് ഇതിൽ കയറാം അല്ലേ. പുറകിലൊക്കെ കയറുന്നതായിരിക്കും നല്ലത് അല്ലേ. ഇവിടെ കയറാം. ഈ സൈഡിൽ ഇരിക്കണ്ട. സൈഡിൽ ഈ ഒരു ടൈപ്പായിരിക്കും. ഇവിടെ ഭിന്നശേഷിക്കാർക്ക് ഇരിക്കേണ്ടത്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. വേണ്ട. എമർജൻസി വിൻഡോ ആണ് നിന്റെ തൊട്ട് മുന്നിൽ. എന്നിട്ട് അതാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ഏത് ഇതല്ലേ വേണ്ടത്. ഇവിടെ ഇരുന്നാലേ പിന്നെ ഡോറിന്റെ അടുത്തായിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഈ വണ്ടി ഡോറിന്റെ അടുത്ത് പോയാലും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കാരണം വണ്ടി അത്ര സ്ലോ ആക്കി, വലിയ സ്പീഡൊന്നുമില്ല. നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യേണ്ടത്. അടിപൊളി. രാവിലെ നല്ല ക്ലൈമറ്റ് ആണ്, മഴയൊന്നും ഇല്ല അല്ലേ. ഇല്ല, രാവിലെ നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു വണ്ടി ഇവിടുന്ന് പോയി. അതായത് 7 മണിയുടെ വണ്ടി. രാവിലെ 5:30 പോയി, പിന്നെ 7 മണിക്ക് പോയി. അതിനൊന്നും കയറാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇപ്പോൾ 10 മണി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി 3:20 ഇനി അടുത്ത ട്രെയിനുള്ളൂ. കറക്റ്റ് 10:10 തന്നെ ഇവിടെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നിലമ്പൂർ റോഡ് വിടാം, വീണ്ടും വരാം. ഇത് മുഴുവൻ ഈ തേക്കിൻ മരങ്ങളുടെ ഇടയിലേക്കൂടെയാണ് ഇനി പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ബ്യൂട്ടി. തേക്ക് മരമാണ് ഇതിൻ്റെ 2 സൈഡിലുള്ളത്.
വണ്ടി ഇപ്പോൾ ഒരു ആവറേജ് സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് വാണിയമ്പലം. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നിലമ്പൂരിൽ നിന്ന് കറക്റ്റ് 10 കിലോമീറ്ററേ ഉള്ളത്. നിലമ്പൂരിനെ കുറിച്ച് പറയാനുണ്ടല്ലോ, നമ്മുടെ തേക്ക് മരമാണ് നിലമ്പൂരിനെ ഏറ്റവും അതിൽ ഫേമസ് ആക്കുന്നത്. ഒരുപാട് തേക്ക് മരങ്ങൾ കൊണ്ട് നിറഞ്ഞാണ് നമ്മുടെ നിലമ്പൂർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് ഒരുപാട് തേക്ക് മരം കടത്തുകയുണ്ടായി. അതിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച പാതയാണ് നമ്മുടെ നിലമ്പൂർ റോഡ് ഷൊർണൂർ പാത എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രോഡ് ഗേജ് പാതയാണ്, പണ്ടത് മീറ്റർ ഗേജ് ആയിരിക്കാം. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള, മുൻകാലത്ത് ഏറ്റവും ചെറിയ കിലോമീറ്റർ 67 കിലോമീറ്റർ മാത്രമാണല്ലോ ഡിസ്റ്റൻസ് വരുന്നത്. അത്തരത്തിലുള്ള ചെറിയൊരു ബ്രോഡ് ഗേജ് പാതയാണ് നിലമ്പൂർ ഷൊർണൂർ പാത. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. വാണിയമ്പലം ഇവിടെ ഒരു ലോക്ക് ഉണ്ടല്ലോ. ഇത് ഷൊർണൂർ കൊച്ചുവേളി ഈ രാജറാണി എക്സ്പ്രസ് ഇത് ഇവിടെയാ വന്ന് നിർത്തുന്നല്ലേ? അതന്നെ. അതായത് നിലമ്പൂർ റോഡിൽ രാവിലെ 6 മണിക്കെത്തി അവിടുന്ന് വാണിയമ്പലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രിക്ക് വന്ന വണ്ടി. വാണിയമ്പലം നല്ല റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഇവിടെയൊക്കെ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയൊക്കെ ഓരോരോ മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. നവി ഇത് ചെറിയ സ്റ്റേഷനാണ്. വണ്ടി എടുത്തു. ഞങ്ങൾ ഏറ്റവും പുറകിൽ, നമ്മളെ അതിൻ്റെ ഏറ്റവും പുറകിലില്ലത് ഗാർഡാണ്. ഈ റൂട്ടിലത്തെ കിഡിലെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഏതൊക്കെയാണ് നവി? ചെറുകരി, മേലാറ്റൂർ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണല്ലേ? പിന്നെ എന്താ പറയുക, ഒരു സെപ്റ്റംബർ മാസമാണ് വരും ചെറുകരേൻ്റെ മേലാറ്റൂരിൻ്റെ ഒരു ഫോട്ടോ കാണണം. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞല്ലേ? കിട്ടിലും ബ്യൂട്ടി എന്നെല്ലാം കാണാൻ അല്ലേ? ഇതിൽ ഓരോ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ മരം ഇതിനെ ഭംഗിയാക്കും. തേക്ക് മരങ്ങളല്ലേ? കൂടുതലും തേക്ക് മരം തന്നെ. നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ വണ്ടിക്കുണ്ടല്ലോ 12 സ്റ്റോപ്പുകളുണ്ട് കേട്ടോ, 12 ഹോൾട്ടുകൾ. അതായത് ഷൊർണൂരും നിലമ്പൂർ റോഡും കൂട്ടിയിട്ട് അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തു. ഇപ്പം അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ എത്തിയല്ല, തുവൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല സ്ഥലത്തന്നെ ഇതല്ലേ? ഞാൻ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല. പെട്ടെന്ന് വണ്ടി ഇതാകും, ഇറങ്ങുമ്പോൾ നോക്കണം. നല്ല സ്ഥലത്തന്നെ, നമ്മൾ ഏറ്റവും പുറകിലായോണ്ട്. നോക്കണം, ഞാനൊരിട്ട് നീ ഒരു മാറ് ഇടുന്നൊരു വീട്ടിലും ഫോട്ടോ എടുക്കുക. നല്ല ഇതാണ് കേട്ടോ. ഇതാ നല്ല കിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ബാക്കുന്ന ഗാർഡ് വിസിലടിച്ചു, കൊടി വീശലായി. തൂരുന്നിതാ വണ്ടി എടുക്കുകയാണ്. അങ്ങാണ് ലോക്കോ ഇല്ലത്. എടുത്ത് ഗാർഡ് പച്ചക്കൊടി വീശി. ഇവിടെ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലേ ഇതും? എല്ലാം നല്ല തന്നെയാണ്. സീനിക് ആയിട്ടുള്ള സ്ഥലം. നേരത്തെ
ഇവിടുത്തെ ചെറുകരേന്റെ മേലാറ്റൂരിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു. അത് ഫോട്ടോ കണ്ടിട്ട് മാത്രം. ഇതിലത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഒന്നിനോടൊന്നും മികച്ചതാണ് അല്ലേ? അതെ വീടാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് കടകളൊക്കെ ഇല്ല സ്ഥലമാണ്. വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്ത്. ഞാൻ ആദ്യം നിലമ്പൂരിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ എന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലായിടത്തും വീടുകളുണ്ട് ഇഷ്ടം പോലെ. ചെങ്കോട്ട റൂട്ട് ഫുള്ള് ആണല്ലോ, ഫോറസ്റ്റ് ആണല്ലോ. എന്താ രസമല്ലേ ഇതിൻ്റെ ഇടയിലേക്കൂടെ പോകുമ്പോൾ അല്ലേ വഴി മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചായിരുന്നു. ആ ഇത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ ഇതിലേക്കടാ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ. നല്ല തണുപ്പാണ്. രണ്ട് വശങ്ങളിലും മരങ്ങളാണല്ലോ. അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ട് ഇനിയിപ്പോൾ കുറേ മരങ്ങൾ മുറിക്കുന്ന പറയുമ്പോൾ വിഷമമുണ്ട്. വെലാറ്റു ഞാൻ പെട്ടെന്ന് തന്നെ പുറത്ത് പോയിട്ട് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഫോട്ടോ ആയിരിക്കും ഈ വീഡിയോൻ്റെ തമ്പനയിലായിട്ട് ഞാൻ ഇടുന്നത് അല്ലേ? കിടില ഫോട്ടോ അല്ലേ? ഇല്ല, ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്നുണ്ടാ. അത് പറഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലോ. അതെ, അതുപോലെ തന്നെ ഒരുപാട് പേര് വരും. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ. ആ, ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വണ്ടി എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഇല്ലോ, അപ്പോഴത്തേക്ക് വണ്ടി എടുത്തു. ഇറങ്ങാനും കയറാനും പറ്റിയ കുറച്ച് സമയം മാത്രം. നല്ല മരം. ഇങ്ങനെയുള്ള മരങ്ങളാണ് കാണേണ്ടത്. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നമ്മളെ സീനിൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെ ഇരുന്നോ? ഈ സൈഡിലല്ല സ്റ്റേഷൻ, ആ സൈഡിലല്ല സ്റ്റേഷൻ. അതുകൊണ്ട് ആ ഇനിയിപ്പം ഇത് പിന്നെ ചെറുവരയൊക്കെ വരുന്ന ഇവിടെ ആയിരിക്കും. പക്ഷേ അങ്ങാടിപ്പുറത്ത് 2 പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് വണ്ടി. ഇവിടെ ഒരു ട്രെയിൻ കാണുന്നുണ്ടല്ലോ. ഇത് കോട്ടയം നിലമ്പൂർ വണ്ടിയാവാനാ ചാൻസ്. ആ കോട്ടയം വണ്ടി തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് നിലമ്പൂർ റോഡ് ചെയ്ത് ഈ വണ്ടിയാണ്. അതന്നെ. ഇനി ഇത് 3:30 അവിടുന്ന് ഇങ്ങോട്ടല്ലേ? 3:10 ആ സമയത്ത് നിലമ്പൂർ കോട്ടയം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. പെരിന്തൽമണ്ണയിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. സ്റ്റേഷൻ വരുന്നത് ചെറുകരയാണ്. അതായത് മലപ്പുറം ജില്ലയിലത്തെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ. ചെറുകര കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ജില്ലയിലോട്ട് കയറി അല്ലേ? എന്നിട്ട് കിളിക്കല്ലൂർ, അങ്ങനെ എന്താ? കിളിക്കല്ലൂരല്ലടാ, പുലിക്കല്ലൂർ. അതല്ലേ ആ റെയിൽവേ സ്റ്റേഷൻ അതാണ് വരുന്നത്. ഇപ്പം ചെറുകര ഏകദേശം എത്താനായി. അല്ല, ഒരു കാര്യമുണ്ട്. നീ പറഞ്ഞ സ്ഥലമില്ലേ, നിനക്ക് ഡൗട്ട് ഉണ്ടല്ലോ. എനിക്ക് ഡൗട്ടുണ്ട്. ചില സമയത്ത് ചില റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം അങ്ങനെയാണ്. കാരണം നമ്മൾ ഒന്ന് പ്രൊണൗൺസ് ചെയ്യേണ്ട രീതി അങ്ങനെ ആയിരിക്കും. രണ്ട് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മലയാളത്തിൽ പറയേണ്ടത് അല്ലേ? പല റെയിൽവേ സ്റ്റേഷനും അങ്ങനെയല്ലേ? ചെറുവര
ചെറുവത്തൂര്, ആ പഴയങ്ങാടി, കോഴിക്കോടിന് അല്ല കോഴിക്കോട് ഹിന്ദിക്കാരെന്താ പറയാ? കോസിക്കോട് അങ്ങനെയാ പറയാ. പഴയങ്ങാടി എന്ന് പറയുന്നത് എന്താ? അത് ഓരോരോ പേര് ഓരോരോ പ്രൊണൗൺസിയേഷൻ ഉണ്ട്. ചെറുവത്തൂരിന് ചെറുവട്ടൂർ അങ്ങനെ ഓരോരോ ഇതുണ്ട്. പാലക്കാടിന് പാലക്കാട്ടിൽ നിന്നാണ് ഉണ്ടായത്. പാലക്കാട് തന്നെ തോന്നുന്നു. അതെ അതെ. ചെറുകര റെയിൽവേ സ്റ്റേഷൻ. ഇതും നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് അല്ലേ? നല്ല ഫോട്ടോ, നല്ല ഇവിടുന്ന് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. നോക്കിയതാ അതെ അതെ, അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ ഒക്കെ എടുത്തില്ലേ? 2 എടുത്ത്. ഈ സ്ഥലത്തേക്ക് വന്നാൽ പിന്നെ ഫോട്ടോയും വീഡിയോ എടുക്കാതെ പിന്നെ എന്താ? പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് നിലമ്പൂർ റോഡ് യാത്ര ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മലപ്പുറത്ത് ഒരുപാട് പേര് നിലമ്പൂരോ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ വരുമ്പം മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിളിക്കണമെന്ന്. അവർ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഇങ്ങനത്തെ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വരുന്നവരുടെ മാത്രമാണ്. അതെ 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 അതെ. മലപ്പുറത്തേക്ക് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിലമ്പൂർ റോഡ് നിലമ്പൂർ ഈ ഭാഗത്തേക്ക് ആയിട്ട് വരുമ്പോൾ നമ്മൾ കാണാം. എല്ലാവരും കാണാം അല്ലേ? കുലുക്കല്ലൂർ. ഞാൻ നേരത്തെ കുലുക്കല്ലൂരിനല്ലേ പറഞ്ഞത്? അതെ. ആ ഇത് കുലുക്കല്ലൂരിനാ. ഇപ്പൊ കിട്ടിയല്ലോ. ഇപ്പൊ കിട്ടി. പാലക്കാട് ജില്ല കുലുക്കല്ലൂർ. ഈ സൈഡിലൊന്നും ഉണ്ടാ പഴയ ടൈപ്പ് വീടുകൾ കാണുമ്പോൾ ഒറ്റയാണ്. നമ്മുടെ തറവാട് വീട് ഏകദേശം ഇതേപോലത്തെ തന്നെ അല്ലേ? നമ്മുടെ ഇത് പോയിരുന്നു. കാരണം വണ്ടി നല്ല മൂവ് ചെയ്യുമ്പോൾ ഡോറിൻ്റെ അടുത്ത് പോയിരിക്കണ്ട. സ്പീഡൊന്നുമില്ല വണ്ടിക്ക്. നമുക്ക് എല്ലാ സ്റ്റേഷനും കവർ ചെയ്യണമല്ലേ? വല്ലാപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. വല്ലപ്പുഴ എന്ന് പറയാം. നിർത്തട്ടെ അല്ലേ? നിർത്തിയിട്ട് ഇറങ്ങാം. ഇത് നിർത്താത്തത്? നിർത്തി ഇല്ല, നിർത്തി. ഇന്ന് നിർത്തടോ. നിർത്തി. ഇനി ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കഴിഞ്ഞാൽ എവിടെ എത്തി? ഷൊർണൂർ ജംഗ്ഷൻ. ഇവിടെയും 1 മിനിറ്റ് തന്നെ ഉണ്ടായത്. ഈ വണ്ടിക്ക് പെട്ടെന്ന് സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. മുമ്പിൽ മൊത്തം നെൽപ്പാടാണ് കേട്ടോ. ഒരു ഇടയ്ക്കില്ല മരങ്ങൾ കാരണം അധികം കൂടുതൽ വ്യക്തമാവുന്നില്ല. മൊത്തം നെൽകൃഷി അങ്ങ് അവിടം വരേണ്ടതാ, ആ ഒരു ഭാഗം വരെ. വാടാനാംകുറിശി ഈ റൂട്ടിലെ നമ്മുടെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തതിനി ഷൊർണൂർ ജംഗ്ഷൻ.
നമ്മളിപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനും കവർ ചെയ്തു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടി ഉള്ളൂ അല്ലേ നവി? 5 കിലോമീറ്റർ പോകണം. എവിടത്തോട്ട്? ഷൊർണൂർ ജംഗ്ഷൻ. ഇവിടുന്നും പച്ചക്കൊടി വീശുന്നുണ്ടല്ലോ. വണ്ടി ഹോൺ അടിച്ചില്ല. ആ ഹോൺ അടിച്ചു. എടുത്തു. പലഹാരം വിൽക്കുന്ന ചേട്ടൻ. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്. ഇത് മെയിൻ ലൈനിലേക്ക് നമ്മൾ കയറുവാണ്. നേരെ കോഴിക്കോട് മംഗലാപുരം റൂട്ട്. അത് ഇതിൻ്റെ ലോക്കോമോട്ടീവ് WP7 എല്ലാം കൂടെ തന്നെ ഉണ്ടായേ. അത് 12:50 ആകുമ്പോൾ കോഴിക്കോട് എത്തും അല്ലേ? ഒരു 3 കിലോമീറ്റർ അല്ലേ? 3 ഇല്ലെന്ന് അടുത്തെത്തിയില്ലേ? റെയിൽവേ സ്റ്റേഷൻ കാണുന്നൊന്നുമില്ല. ട്രാക്കിലോട്ട് കയറുന്നുണ്ട്. ഈ വണ്ടിയുടെ ഗാർഡ് വരുന്നത് ലേഡിയാണ്. ഇപ്പുറത്തെ പ്ലാറ്റ്ഫോം വരുന്നത് ഇവിടെയല്ല പ്ലാറ്റ്ഫോം വരുന്നത്, അവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. അവിടെയല്ലേ? ഷൊർണൂർ ഇവിടെയാടാ. ഞാൻ വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടല്ലോ, ഒരു LHP. പിന്നെ അത് ഏത് വണ്ടി? അത് ഇത് ഹിസാർ കോയമ്പത്തൂർ. ഓക്കെ, ഹിസാറിന്ന് കോയമ്പത്തൂരിലോട്ട് പോകുന്ന വണ്ടി. ഫുൾ AC ആണ് കേട്ടോ. വണ്ടി നിർത്തി ഷൊർണൂരെത്തി. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇറങ്ങുവാണല്ലേ? നമ്മൾ ദീർഘമായ യാത്രയാണ്. അതായത് മലബാർ എക്സ്പ്രസ്, ഹിമസാഗർ എക്സ്പ്രസ്, ജന്മഭൂമി എക്സ്പ്രസ്, അവതാസം എക്സ്പ്രസ്, ഫൈനലി വിവേക് എക്സ്പ്രസ്, പിന്നെ നിലമ്പൂർ രാജറാണി, എല്ലാം കൂടി ഒരു ദീർഘമായ ഒരു എപ്പിസോഡ്, ദീർഘമായ സീരീസ് ആയിരുന്നു ഈ യാത്ര. ഇപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ സീരീസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു സീരീസൊക്കെ വരും, ഉടനടി വരും. പിന്നെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 11:30. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ചെന്നൈ എഗ്മോർ, മംഗലാപുരം എഗ്മോർ ഉണ്ടാവും. അതിന് നമ്മൾ ജനറൽ ടിക്കറ്റ് എടുക്കും, നേരെ പയ്യന്നൂരേക്ക് പോകും, നമ്മുടെ വണ്ടി എടുക്കും, നേരെ നാട്ടിൽ പോകും. ഇതാണ്. അപ്പോൾ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂർ വരെയുള്ള ഈ ഒരു ട്രെയിൻ മനോഹരമായ റൂട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.